നമസ്കാരം. ഓ ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അഥ ഷോഡശോധ്യായഃ. അങ്ങനെ വടപത്രത്തിൽ വളരെ അതിശയപ്പെട്ട് കിടക്കുന്ന വിഷ്ണുവിനെ കണ്ടിട്ട് ദേവി ചോദിച്ചു, അങ്ങ് എന്താണ് ഇങ്ങനെ വിസ്മയപ്പെട്ടിരിക്കുന്നത് എന്ന്. എന്നിട്ട് വീണ്ടും പറയുന്നു, സൃഷ്ടിയും പ്രളയവും ഉണ്ടാകുമ്പോൾ അങ്ങ് വീണ്ടും വീണ്ടും ജനിക്കുകയും അപ്പോഴെല്ലാം അവിടുന്ന് എന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. പരാശക്തി നിർഗുണയാണ്, അങ്ങ് സഗുണനാണ്. അങ്ങു സഗുണനാണെങ്കിൽ ഞാനും സഗുണയാണ്. സാത്വികമായ ഏത് ശക്തിയും എൻ്റെ ശക്തിയായിട്ട് മനസ്സിലാക്കിയാലും. പിന്നീട് ദേവി വീണ്ടും പറയുന്നു, അങ്ങയുടെ നാഭീകമലത്തിൽ നിന്നും ബ്രഹ്മപ്രജാപതി ജനിക്കും. അദ്ദേഹം തപസ് ചെയ്ത് അത്യുത്തമമായ ശക്തി പ്രാപിക്കുകയും ചെയ്യും. പിന്നീട് അദ്ദേഹം സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടും. അതുകൊണ്ട് അദ്ദേഹത്തെ ലോകസ്രഷ്ടാവെന്ന് പറയുന്നു. ഈ വിശ്വത്തിൻ്റെ രക്ഷിതാവ് അവിടുന്ന് തന്നെയാണ്. ഇപ്രകാരം ദേവി പറയുന്നു. വീണ്ടും ദേവി തുടർന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ശ്ലോകം 8, അധ്യായം 16. തത്ഭ്രുവോർമധ്യദേശാച്ച ക്രോധാത് രുദ്രോ ഭവിഷ്യതി തപകൃത്വാ മഹാഘോരം പ്രാപ്യ ശക്തിം തുമാ താമസിം. അദ്ദേഹത്തിൻ്റെ ഭ്രൂമധ്യഭാഗത്ത് നിന്നും ക്രോധം നിമിത്തം രുദ്രൻ ജനിക്കും. അദ്ദേഹം അതികഠിനമായ തപസ് ചെയ്ത് താമസശക്തി നേടിയിട്ട്, അടുത്ത ശ്ലോകത്തിൽ പൂർണ്ണമായിട്ടും അർത്ഥം വരുന്ന അടുത്ത ശ്ലോകത്തിലാണ്. ശ്ലോകം 9. കൽപ്പാന്തേ സോപി സംഹർത്ത ഭവിഷ്യതി മഹാമതേ തേനാഹം ത്വാം ഉപായാത സാത്വികിം ത്വം അവേഹിമാം. 8-9 ശ്ലോകത്തിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ ഭൂമധ്യഭാഗത്ത് നിന്നും ക്രോധം നിമിത്തം രുദ്രൻ ജനിക്കും. അദ്ദേഹം അതികഠിനമായ തപസ് ചെയ്ത് താമസശക്തി നേടിയിട്ട് കൽപ്പാന്തത്തിൽ ആ രുദ്രൻ ലോകത്തെ സംഹരിക്കുന്നവനായി ഭവിക്കും. മഹാമതേ, അതുകൊണ്ട് ഞാൻ അങ്ങയുടെ അടുക്കലെത്തി. ഞാൻ സാത്വിക ശക്തിയാണെന്ന് അറിഞ്ഞാലും. ശ്ലോകം 10. സ്വാസ്യേഹം ത്വൽസമീപസ്ഥ സദാഹം മധുസൂദന ഹൃദയേ തേ കൃതാവാസ ഭവാമി സതതം കില. ഹേ മധുസൂദന, അങ്ങയുടെ സമീപത്ത് തന്നെ ഞാൻ എപ്പോഴും സ്ഥിതി ചെയ്യും. സദാ അങ്ങയുടെ ഹൃദയത്തിൽ വസിക്കുന്നവളായും തീരും. വിഷ്ണുരുവാച. ശ്ലോകം 11. ശ്ലോകസ്യാർത്ഥം മയാ പൂർവം ശ്രുതം ദേവീ സ്ഫുടാക്ഷരം തത്കേനോക്തം വരാരോഹേ രഹസ്യം പരമം ശിവം. ദേവി, അക്ഷരവ്യക്തതയോടുകൂടിയ പാതി ശ്ലോകം ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. ഹേ സുന്ദരി, രഹസ്യവും പരമവും ശിവവുമായത് ആര് ഉച്ചരിച്ചതാണ്? ശ്ലോകം 12. തന്മേ ബ്രൂഹി വരാരോഹേ സംശയോയം വരാനനെ നിർധനോ ഹി യഥാദ്രവ്യം തതസ്മരാമി പുനഃ പുനഃ. ഹേ സുന്ദരി, അതാരാണെന്ന് എന്നോട് പറയൂ. എനിക്കതിൽ സംശയമുണ്ട്. നിർധനൻ ധനത്തെ എന്ന പോലെ ഞാനത് ഓർത്തോർത്ത് കഴിയുകയാണ്. വ്യാസ ഉവാച. ശ്ലോകം 13. വിഷ്ണോസ്ത്വദ്വചനം ശ്രുത്വാ മഹാലക്ഷ്മി സ്മിതാനന ഉവാച പരയാ പ്രീത്യ
വചനം ചാരുഹാസിനി. വിഷ്ണു അങ്ങനെ പറഞ്ഞത് കേട്ട് മഹാലക്ഷ്മി പുഞ്ചിരിച്ചുകൊണ്ട് അത്യധികം സന്തോഷത്തോടെ പറഞ്ഞു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.